അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഡിസൈനിൽ നോക്കുന്നത് രണ്ട് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്ത ഫയലുകൾ അത് തമ്മിൽ ലിങ്ക് ചെയ്യിച്ചിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു മാഗസിൻ്റെ കവർ, ഇത് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്തൊരു ഫയൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്യുക. സ്പോട്ടിൽ തന്നെ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തിട്ട് വേറെ ഫയലായിട്ട് കൊണ്ടുവരാതെ ആ ഇരിക്കുന്ന ഫയലിൽ തന്നെ അതെങ്ങനെ ചേഞ്ചസ് വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് അതിനകത്തേക്ക് ഒന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഫയലിൽ പോയിട്ട് പ്ലേസ് കൊടുക്കുക. ഇപ്പം നമുക്ക് രണ്ട് ഫയൽ എടുപ്പുണ്ട്. അതായത് ഒരു JPG ഫയലുണ്ട്, ഒരു PSD ഫയലുണ്ട്. നമുക്ക് ഏതൊന്നും ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ PSD ആണ് ഇടുന്നത്. ഓക്കെ, ഇമേജ് ആഡ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു PSD ഫയലിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ കിട്ടും. ഓക്കെ, നമ്മളപ്പോൾ ഇമേജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഇവിടെ ഒരു ലിങ്ക് എന്നുണ്ടോ, ആ ലിങ്ക് പോവാം. അപ്പോൾ നമ്മളിത് PSD ഫോർമാറ്റിലാണ് നമ്മളിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. JPG അല്ല, PSD ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫോട്ടോഷോപ്പിൽ വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒരു പെൻസിലിൻ്റെ ഇമേജ് ഉണ്ടോ എഡിറ്റ് ചെയ്യുന്നത്, ആ എഡിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പം ഡയറക്റ്റ് ഫോട്ടോഷോപ്പിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏത് സോഫ്റ്റ്വെയറിലാണോ അത് ചെയ്തത് ആ സോഫ്റ്റ്വെയറിലേക്ക് ഡയറക്റ്റ് പോകും. ഇപ്പോൾ PSD ആയതുകൊണ്ട് ഇപ്പോൾ ഫോട്ടോഷോപ്പിലേക്ക് പോയി. നമുക്ക് ഇല്ലുസ്ട്രേറ്റർ ഫയലിലാണ് നമ്മൾ ചെയ്തേക്കണമെങ്കിൽ ഇത് ഇല്ലുസ്ട്രേറ്ററിലേക്ക് പോകും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതെല്ലാം ഒന്ന് മൂവ് ചെയ്തു, ജസ്റ്റ് സേവ് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇൻഡിസൈനിലേക്ക് വരാം. അപ്പോൾ ഓട്ടോമാറ്റിക്കിലൂടെ ചേഞ്ച് ആയതുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് PSD ഫയലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തിട്ട് സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ചേഞ്ചസ് നമുക്ക് ഇൻഡിസൈനിൽ കാണാൻ പറ്റും. ഓക്കെ.